ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും ഒരുപാട് സിനിമാ വാർത്തകൾ വന്നിരിക്കുകയാണ്. നെൽസന്റെ സംവിധാനത്തിൽ രജനികാന്ത് നായകനെത്തുന്ന സിനിമയാണല്ലോ ജയിലർ 2. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സിനിമയുടെ ഷൂട്ടിന് ഒരു ഇടവേള ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ രണ്ടാമത്തെ ഷെഡ്യൂൾ നാളെ പാലക്കാട് ആരംഭിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ജയിലർ 2വിന്റെ കൂടുതൽ വാർത്തകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ. ജയിലർ 2വിന് ശേഷം രജനികാന്ത് അടുത്തതായിട്ട് അഭിനയിക്കുക അത് തമിഴിൽ തന്നെ വലിയ സിനിമ കൂടിയായ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനി കമൽഹാസൻ കോംബോ ഒരുമിക്കുന്ന സിനിമയായിരിക്കുമെന്നായിരുന്നുവല്ലോ കൂലിയുടെ റിലീസിന് മുന്നേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ കൂലിയുടെ റിലീസിന് ശേഷം എല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രജനികാന്ത് അറിയിച്ചത് പ്രകാരം രജനി കമൽഹാസൻ കോംബോയിൽ ഒരു സിനിമ വരുന്നുണ്ട്. എന്നാൽ സംവിധായകനെയും മറ്റ് അഭിനേതാക്കളെ ഒന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ലോകേഷ് അല്ലേ സംവിധായകൻ എന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയ ഉയർത്തവേ ലോകേഷ് അല്ല സംവിധായകൻ എന്നൊരു റിപ്പോർട്ടാണ് തമിഴിലെ പ്രമുഖ പേജുകൾ പറഞ്ഞിരിക്കുന്നത്. ലോകേഷ് സ്വയമേ ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയതാണ്, അതല്ലെങ്കിൽ പിന്മാറ്റിയതാണ് തുടങ്ങിയ റൂമേഴ്സാണ് ഇന്ന് ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഈ കമൽഹാസൻ രജനികാന്ത് കോംബോ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ പ്രദീപ് രംഗനാഥൻ എന്ന സംവിധായകനും നടനും സംവിധാനം ചെയ്തേക്കുമെന്നാണ് മറ്റൊരു റൂമർ. മാർക്കോ എന്ന സിനിമ ഇന്ത്യയിലെ തന്നെ വൻ വയലൻസ് നിറഞ്ഞ സിനിമയാണല്ലോ. 100 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത ഉണ്ണിമുകുന്ദന്റെ ആദ്യ സിനിമയുടെ റിലീസിന് പിന്നാലെ സിനിമയിലെ വയലൻസിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ പേരിൽ ഉണ്ണിമുകുന്ദൻ തന്നെ അറിയിച്ചത് ഇനി മാർക്കോയ്ക്ക് രണ്ടാം ഭാഗമില്ല എന്നാണ്. എന്നാൽ സിനിമയുടെ നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദ് പിന്നീട് അറിയിച്ചു സിനിമയുടെ രണ്ടാം ഭാഗം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന്. ഇപ്പോഴത്തെ രണ്ടാം ഭാഗത്തിന്റെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ലോർഡ് മാർക്കോ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. എന്നാൽ സിനിമയിൽ ഉണ്ണിമുകുന്ദനായിരിക്കില്ല നായകൻ. ഹനീഫദേനി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ആന്റണി വർഗീസ് പെപ്പെ ആയിരിക്കും നായകൻ, അതല്ലെങ്കിൽ പൃഥ്വിരാജ്, അതല്ലെങ്കിൽ ചിയാൻ വിക്രം, ഇതൊന്നുമല്ല എങ്കിൽ യാഷ് ആയിരിക്കും നായകൻ എന്നൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്ന റൂമേഴ്സ്. കൃത്യമായിട്ട് ആരാണെന്ന് അറിയുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. മോളിവുഡിന്റെ അടുത്ത വലിയ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ സാധ്യതകളുള്ള സിനിമയാണല്ലോ ആട് 3. സിനിമ ഓണം വെക്കേഷൻ പ്രമാണിച്ച് ഒരു ചെറിയൊരു ഷൂട്ടിന് ഇടവേള നൽകിയിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ഷൂട്ടിംഗ് പുനരാരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. പാലക്കാടാണ് നിലവിൽ ഷൂട്ട് നടക്കുന്നത്. ഈ ആഴ്ച മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് ആസിഫ് അലി നായകനെ എത്തുന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മിറാഷ. സിനിമ സെപ്റ്റംബർ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോഴത്തെ ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടനെ നായകനാക്കി കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് അടുത്ത വർഷത്തോടെ ആരംഭിക്കുമെന്നാണല്ലോ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കൃഷാന്ത് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പുറത്തുവിടുമ്പോൾ ലാലേട്ടന്റെ കഥാപാത്രം സിനിമയിലെ സീരിയസ് നിറഞ്ഞ എന്നാൽ ഫൺ നിറഞ്ഞ കഥാപാത്രമായിരിക്കുമെന്നും അതുകൂടാതെ സിനിമ ഒരു ഡിറ്റക്റ്റീവ് ഫൺ നിറഞ്ഞ എന്റർടൈനർ സിനിമയായിരിക്കുമെന്നാണ് കൃഷാന്ത് പറയുന്നത്. ഇനിയും ലാലേട്ടിന് മൊത്തം ചർച്ചകൾ ബാക്കിയുണ്ട്. കാത്തിരിക്കാം ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട്.